الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന മുത്തഖികളായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓതിവെച്ച 4 വചനങ്ങൾ ഏറെ പരിചിതമാണ്. സൂറത്തുൽ ഇൻസാനിലെ 7 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചകളായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണയെ സംബന്ധിച്ചും കാരുണ്യത്തെ സംബന്ധിച്ചും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുപോയി മാതൃക കാണിച്ചതിനെ സംബന്ധിച്ചുമാണ് നാം മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഭിന്നശേഷി ഉള്ള ആൾക്കാരോടുള്ള സമീപനത്തെ കുറിച്ചാണ് നാം മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കേവലം ഒരു സാമൂഹ്യമായ ബാധ്യതാ നിർവഹണം എന്ന നിലയിൽ മാത്രമല്ല, ഇതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ മരണാനന്തര ജീവിതത്തിലെ സ്വർഗപ്രവേശനത്തിന്റെ ഗതിവിഗതികളെ നിർണയിക്കുക എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ആ രൂപത്തിലായിരിക്കും ഇതിനെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ ഈ ഓതി വെച്ച വചനങ്ങൾ സൂറത്തുൽ ഇൻസാന്റെ ആദ്യ ഭാഗത്ത് ആരാണ് പുണ്യവാന്മാർ ഇന്നൽ അബ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന വചനത്തിന്റെ ശേഷമാണ് ഈ വന്നിരിക്കുന്നത്. അവരുടെ സ്വഭാവ ഗുണങ്ങളാണ് അവിടെ
അതിൽ നേർച്ച നിറവേറ്റലുണ്ട്, അള്ളാഹുവിനെ ഭയപ്പെടലുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയുന്ന വാചകമാണ് ഏഴാമത്തെ വാചകം, വചനമാണ് ആഹാരത്തോട് അങ്ങേയറ്റം താല്പര്യവും ഇഷ്ടവും പ്രേമവും ഒക്കെ ഉള്ളതോടൊപ്പം തന്നെ അനാഥയ്ക്കും അഗതിക്കും അതുപോലെ തന്നെ തടവിലാക്കപ്പെട്ടവർക്കും ബന്ധനസ്ഥർക്കും ഒക്കെ ഭക്ഷണം നൽകുന്നവരായിരിക്കും അവർ. ആ ഭക്ഷണം നൽകുമ്പോഴുള്ള അവരുടെ മനോഗതമാണ് തുടർന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഭക്ഷണം ഞങ്ങൾ നൽകുന്നത് ഇന്നമാനുത്തഴിമുക്കും വലിയില്ല, പടച്ചവന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. ഇത് നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു പ്രത്യുപകാരമോ ഒരു നന്ദിയോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ മനോഗതത്തോടു കൂടി ആയിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത്. എങ്കിലേ ആ പ്രതിഫലത്തിന് സ്വർഗം കരസ്ഥമാക്കുന്ന ആ സൗഭാഗ്യം നേടുന്ന അബ്രാറുകളുടെ കൂട്ടത്തിൽ, പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് ആകാൻ കഴിയൂ എന്ന് പറയുമ്പോൾ ഇത് മാറ്റി നിർത്തിക്കൊണ്ട് പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുകൊണ്ടാണ് ഇത് നമുക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ച് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ വിഭാഗത്തിലുള്ളവരെ, പ്രധാനമായിട്ടും ഈ പറഞ്ഞ അഗതികള്, ദരിദ്രര്, ആലംബഹീനര്, പിന്നെ വിധവകള്, അതുപോലെ തന്നെ സ്ത്രീ സമൂഹം ഒന്നടങ്കം, ഇവരൊക്കെ സമൂഹത്തിൽ ദുർബലരായി ഗണിക്കപ്പെടുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചേ പറ്റൂ എന്ന് നമ്മളോട് പറഞ്ഞു തന്നത് അതുകൊണ്ടാണ്, മാതൃകയാക്കി കാണിച്ചത് അതുകൊണ്ടാണ്. അത് തന്നെയുമല്ല, അങ്ങനെ ചേർത്ത് പിടിക്കാൻ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ ഈ ദുർബലരായ ആളുകളോടുള്ള സമീപനത്തെ സംബന്ധിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം മതി ഇത് ആഴത്തിൽ നമ്മളെ ചിന്തിപ്പിക്കാൻ. സൂറത്തുൽ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. ആദ്യത്തെ ചോദ്യം അതാണ്, എന്തേ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടരാടുവാൻ, യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത്, നിങ്ങൾ എന്തേ ചെയ്യാത്തത്? അത് കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്നത് വൽ മുസ്തദഅഫീന മിനൽ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും കുട്ടികളിൽ നിന്നും ദുർബലരായി അല്ലെങ്കിൽ അബലരായി പിന്നെ ഗണിക്കപ്പെടുന്നവർക്ക് വേണ്ടിയും പോരാടുന്നതിന് നിങ്ങൾക്ക് എന്താണ് തടസ്സം? എന്നിട്ട് അവർ വിശ്വസിക്കുന്ന വിശ്വാസം, ആദർശം, അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന നാട്ടിലുണ്ടാകുന്ന പ്രാരാബ്ദങ്ങള്, ബുദ്ധിമുട്ടുകള്, വെല്ലുവിളികള്, അങ്ങനെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അവർ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് നാഥാ റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ, ഈ നാടിന്റെ ആൾക്കാർ ഒന്നടങ്കം അക്രമികളാണ്, ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം നൽകണേ, ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്കൊരു മോചനം നൽകണേ എന്ന് പ്രാർത്ഥിക്കുമാറ് എത്തിപ്പെടുന്ന ഈ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയും നിങ്ങൾ എന്തുകൊണ്ട് പോരാടുന്നില്ല? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫീ സബീലില്ലാഹി പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു എടുത്തു പറഞ്ഞ, അതിനെ അക്ഫി ചെയ്തുകൊണ്ട് തുടർത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞതാണ് വൽ മുസ്തദഅഫീന മിനൽ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. ആ ചോദ്യത്തിന് മറുപടിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. ആ ചോദ്യത്തിന് മറുപടി ആയിരുന്നു കാരുണ്യത്തിന്റെ ഉറവിടമായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയായി നമുക്ക് കാണിച്ചു തന്നത്. അത് സ്ത്രീകളോട്, കുട്ടികളോട്, അതുപോലെ തന്നെ പിന്നെ ബന്ധനസ്ഥരായ ആൾക്കാരോട്, അഗതികളോട്, ആലംബഹീനരോട്, ഒരാളും പരിഗണിക്കാതെ പോകുന്ന, ഒരാളുടെയും പരിഗണനയ്ക്ക് അർഹത കിട്ടാതെ പോകുന്ന എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതിനൊരുപാട് ഓരോ വിഭാഗത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ അതിലൊക്കെയുള്ള മാതൃക നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഇവിടെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. സ്ത്രീത്വത്തിന് ഇത്രമാത്രം അസ്തിത്വം നൽകിയ ഒരു മതം വേറെ ഏതുണ്ട്? ഒരു സ്ത്രീയുടെ ജന്മം സന്തോഷമാണെന്ന് പറഞ്ഞ, ആവർത്തിച്ചു പറഞ്ഞ ഒരു ഗ്രന്ഥം ഖുർആനല്ലാതെ വേറെ ഏതുണ്ട്? പക്ഷേ ആ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞു നടക്കുന്ന ആ പേരുള്ള ആളുകൾ പോലും മറ്റുള്ള പ്രതിയോഗികൾക്ക്, ശത്രുക്കൾക്ക്, ഇസ്ലാമിന്റെ വിരുദ്ധരായ ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഇസ്ലാമിന്റെ തത്വസംഹിതയും പ്രവാചകനെയും ഖുർആനെയും ഇകഴ്ത്തുകയും ഇല്ലായ്മ ചെയ്യുകയും കിട്ടാവുന്ന സന്ദർഭങ്ങളിലൊക്കെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന, അതിവിടെ നിൽക്കാൻ പാടില്ല, അവിടെ വളരാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് എത്രയും വേഗം വടിയെടുത്തു കൊടുക്കുന്ന നിലയിലുള്ള സമീപനങ്ങൾ മുസ്ലിം നാമധാരികളായ ആൾക്കാരുടെ ഭാഗത്ത് സ്ത്രീകളോടുള്ള ഇസ്ലാം
ഇസ്ലാമിന്റെ പെരുമാറ്റത്തെ സംബന്ധിച്ച് ഉള്ള പരാമർശങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. എല്ലാവർക്കും വേണ്ട എന്താണ്? സമത്വമാണ്. എവിടെയും സമത്വം വേണം. സ്ത്രീ പുരുഷ സമത്വമില്ലത്ര ഇസ്ലാമിൽ. സമത്വമില്ല. പക്ഷെ ഇസ്ലാമിൽ സ്ത്രീക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ മുഴുവൻ അവകാശങ്ങളും പകവെച്ചു കൊടുത്തിട്ടുണ്ട്. ആകെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണ്? ഈ അനന്തരാവകാശത്തിന്റെ നിയമം പറയുമ്പോൾ അത് സ്ത്രീക്കേക്കാൾ കൂടുതൽ പുരുഷന് കൊടുക്കുന്നു. അങ്ങനെ പുരുഷന് കൊടുക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാ? സ്ത്രീക്ക് അത്ര മതി എന്ന് തീരുമാനിച്ചത് കൊണ്ടല്ല, മറിച്ച് ഈ പുരുഷന് കുറെ ബാധ്യതയുണ്ട്. ഈ സ്ത്രീ ആയിരുന്നാലും തന്റെ കുടുംബമായിരുന്നാലും അതിനൊക്കെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ അവന്റെ സാമ്പത്തികമായി അവൻ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് വാപ്പയോ ഉമ്മയോ ഒക്കെ മരണപ്പെട്ടു പോകുമ്പോൾ അനന്തരാവകാശ സ്വത്തായി ലഭിക്കുന്നതിൽ അവന് കുറച്ച് അധികം കൊടുക്കുന്നു. അവന്റെ ബാധ്യതയാണ്. അവന് പെങ്ങളുണ്ടെങ്കിൽ അവനെ നോക്കൽ, അവളെ വിവാഹം ചെയ്ത് അയക്കൽ, അവൾക്ക് വിദ്യാഭ്യാസം നൽകൽ. ഇനി ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ വിവാഹം ചെയ്ത് അയച്ചതിന് ശേഷം ഭർത്താവ് നാളെ മരണപ്പെട്ട് അവൾ വിധവയായി തീർന്നാൽ അവളോടുള്ള ബാധ്യത നിറവേറ്റേണ്ട അവകാശമുണ്ട്. അല്ലാതെ വാപ്പാന്റെ സ്വത്ത് എനിക്ക് തിന്നാനുള്ളതാണെന്ന് പറഞ്ഞ് സ്വന്തമാക്കി വെക്കാനുള്ളതല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരോട് ചോദിച്ചാൽ മതി. പരിശുദ്ധ ഇസ്ലാമിന്റെ മേൽ വെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. ഈ അടുത്ത കാലത്ത് അങ്ങനെ കുറെ പേർ ഇറങ്ങിയിട്ടുണ്ട്. മുസ്ലിമീൻ നാമധാരികളായിക്കൊണ്ട് അതിൽ വക്കീലന്മാരുണ്ട്, വലിയ വലിയ ആളുകളുണ്ട്, അത്രേ ഒരുപാട് ചിന്തകന്മാരുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് പ്രത്യേകിച്ചും എന്തിനേറെ ഒരു സമുദായത്തിന്റെ പേര് നോക്കി സമുദായത്തിന്റെ ആൾക്കാരുടെ പേര് ഒരു പ്രത്യേക സമുദായത്തിന്റെ പേരാണ് എങ്കിൽ ആ പേര് ഉൾക്കൊള്ളുന്നവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്തെ പോലും ഇകഴ്ത്തിക്കൊണ്ടുപോകുന്ന പരാമർശങ്ങൾ ഉത്തരവാദപ്പെട്ടവരുടെ നാവുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്ന് വായിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നിപ്പോവുകയാണ്. ഇത്തരം ആളുകൾക്ക് അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് പോലെയുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് നമ്മളുടെ പേരുള്ള ആൾക്കാർ തന്നെ ഖുർആനെ അവഹേളിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സ്വത്താവകാശത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ നിന്നു കൊടുക്കുന്ന ദുഃഖകരമായ അവസ്ഥ. അവർ പഠിക്കണം ഇസ്ലാം എന്താണെന്ന്. അതാണ് ചെയ്യേണ്ട കാര്യം. ആദ്യം ഇസ്ലാമിൽ അങ്ങനെ ഒരു വേർതിരിവ് സ്ത്രീയും പുരുഷനും തമ്മിൽ നൽകിയിട്ടില്ല. അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഓരോരുത്തർക്കും എന്താണോ അത് നൽകിയിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂല് ഒരു പെൺകുട്ടിയായി തീരുന്നത് മുതൽ അവൾക്കുള്ള നൽകുന്ന അവൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ ആ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലത്തിന്റെ ശ്രേഷ്ഠത എന്താണ്, എത്രത്തോളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നാൽ നമുക്കത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യന് 2 പെൺകുട്ടികൾ, ആ 2 പെൺകുട്ടികൾ ജനിക്കുകയും ആ പെൺകുട്ടികൾക്ക് വേണ്ട വിധത്തിലുള്ള സംരക്ഷണം നൽകുകയും എന്നിട്ട് ആ പെൺകുട്ടികൾക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അങ്ങനെ ആ 2 പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്നത് വരെ എന്തൊക്കെയാണോ ഇവർ ചെയ്തു കൊടുക്കാൻ കഴിയുക അതൊക്കെ ചെയ്തു കൊടുത്ത് പിന്നെ വിവാഹവും കഴിച്ചു കൊടുത്ത് ആ രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ പ്രവാചകൻ അതിന്റെ ശ്രേഷ്ഠത പറഞ്ഞത് എന്താണെന്നറിയോ? എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഈ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ ചെയ്യുന്ന ഒരു 1-2 പെൺകുട്ടികൾ ഉണ്ടായിട്ട് ആ പെൺകുട്ടികൾക്ക് വേണ്ട സംരക്ഷണം നൽകി, സുരക്ഷിതത്വം നൽകി, വിദ്യാഭ്യാസം നൽകി, അതുപോലെ തന്നെ അവളെ പ്രായമായപ്പോൾ വിവാഹം ചെയ്ത് കഴിച്ചു തുടങ്ങിയിട്ടുള്ള അക്കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബാധ്യതയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല എന്നുള്ള ചിന്ത വന്നേക്കാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്കുള്ള ശ്രേഷ്ഠതയെ കുറിച്ചാ പറഞ്ഞത്. എന്ത്? സ്വർഗത്തിൽ ഞാനും അവൻ ഇതുപോലെ ഇരിക്കുന്നു, പ്രവാചകൻ അടുത്തായിരിക്കും അവന്റെ പദവിയിൽ. ആലോചിച്ചു. എന്നിട്ടാണ് ഇത്രമാത്രം പ്രാധാന്യം ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുന്നതിന് ആഹ്വാനം ചെയ്ത പ്രഖ്യാപിച്ച മതത്തിന്റെ ഈ തത്വസംഹിതയാണ് ഇതിന്റെ പേരിൽ മോശമായി ചിത്രീകരിച്ചു പോകുന്നതും അതിന് കൂട്ടു നിൽക്കാൻ വേണ്ടി നമ്മൾ കുറെ ആൾക്കാരെ പിന്നാലെ പോവുകയും ചെയ്യുന്നത്. ആലോചിച്ച് നോക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ 2 സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത്ഭുതം തോന്നുന്ന ആ സംഭവങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നവരെയുള്ള 2 സംഭവങ്ങളാണ്. ഒന്ന്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ അടുക്കൽ ഒരിക്കൽ ഒരു സ്ത്രീ കടന്നു വന്നു. ആ സ്ത്രീയോടൊപ്പം 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആ എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്റെ അടുക്കലേക്ക് വന്നത്. പ്രവാചക ഭക്തി ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ സംഭവം പറയുന്നത്.
എന്തെങ്കിലും യാചിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടാണ് എന്റെ അടുക്കലേക്ക് വരുന്നത്. ആകെ എന്റെ കയ്യിൽ ഒരു കാരക്ക ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, എന്റെ കയ്യിൽ ഒരു കാരക്ക ഉണ്ടായിരുന്നു, അത് ഞാൻ അവൾക്ക് എടുത്തു കൊടുത്തു. അവൾ എന്ത് ചെയ്തു? ആ കാരക്ക രണ്ടായി വിഭജിച്ചിട്ട് ഓരോ പെൺമക്കൾക്കും അത് നൽകി. അവളൊന്നും കഴിച്ചില്ല. ഇത് കണ്ട് അത്ഭുതപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ വന്നപ്പോൾ ഈ സംഭവം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ? വളരെ കൃത്യമായി പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞത്, ഈ രൂപത്തിലാണ് ആ പെൺകുട്ടികളോട് അവർ ചെയ്തത് എങ്കിൽ അതുപോലെ ചെയ്യുന്നവർ വേറെ ഉണ്ടെങ്കിൽ അവർക്കും ആ പെൺകുട്ടികൾ നരകത്തിൽ നിന്നൊരു മറയായിരിക്കും. ആ ഉമ്മ നരകത്തിൽ പോകുന്നതിന് തടസ്സമായി കുട്ടികളോട് ഉണ്ടാകുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് പെൺകുട്ടിയുള്ള കുടുംബത്തിന്റെ ശ്രേഷ്ഠത. അവിടെയാണ് ഇപ്പോൾ പെൺകുട്ടികൾ ഒരു മോശമായി കാണുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അക്കാലത്ത് അങ്ങനെ ആയിരുന്നു ജാഹിലിയ്യത്തിൽ. അത് കുഴിച്ചുമൂടിയിട്ടാണ് പ്രവാചകൻ ഈ മഹാത്മ്യം സ്ത്രീകൾക്ക് നൽകിയത്, പെൺകുട്ടികൾക്ക് നൽകിയത്. ഒന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനെയുള്ള രക്ഷകർത്താക്കൾക്ക് കിട്ടുന്ന നേട്ടത്തെ കുറിച്ച്. ഇനി ഒന്നുകൂടി ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്. വളരെ അത്ഭുതത്തോടു കൂടി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു മിസ്കീനത്തായ സ്ത്രീ എന്റെ അടുക്കൽ വന്നു, ഒരു പാവപ്പെട്ട സ്ത്രീ. രണ്ട് ചെറിയ പെൺകുട്ടികളാണുള്ളത്. അതിനെ ചുമന്നുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എന്റെ വീട്ടിൽ 3 കാരക്ക ഉണ്ടായിരുന്നു. ആ 3 കാരക്ക ഞാൻ അവർക്ക് എടുത്തു കൊടുത്തു. കാരണം 2 1 3 ആണല്ലോ, ഉമ്മ 2 പെൺകുട്ടികൾ. ഓരോരുത്തർക്കും ഓരോന്നും കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ നൽകിയത്. ഞാൻ നോക്കിയിരിക്കാൻ എന്താണ് ചെയ്യുന്നത് എന്ന്. ആദ്യം തന്നെ ആ പെൺകുട്ടികൾക്ക് ഓരോന്ന് കൊടുത്തു. അവർ പെട്ടെന്ന് അതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ മക്കൾ കഴിക്കുന്ന സന്തോഷം കൊണ്ട്, അത് കണ്ടുകൊണ്ട് ആ ഉമ്മ തനിക്ക് കിട്ടിയ ഓഹരിയായ ഒരു കാരക്ക അതിങ്ങനെ വായിലേക്ക് അടുപ്പിക്കുകയാണ്. അപ്പം മറ്റേ 2 പെൺകുട്ടികളും അത് ആവശ്യപ്പെടുന്നു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന യുവാക്കൾ, വിദ്യാർത്ഥികൾ സ്വന്തം ഉമ്മമാരുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് പാടുപെട്ടിട്ടായിരിക്കും നിങ്ങളൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്? നമ്മുടെയൊക്കെ വളർന്നു വരുന്ന തലമുറയിലെ പെൺകുട്ടികൾ 10 18 വയസ്സ് പ്രായമായാൽ എനിക്ക് എന്റെ കാര്യം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിന് പ്രായമായി, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തപ്പെടുമ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ വളർത്തിയ, എങ്ങനെ ഞാൻ ഈ പറഞ്ഞതാണ് ഒരുപാട് ചിന്തിക്കാനുള്ളത്. സ്വന്തം വായിലേക്ക് വിശക്കുമ്പോൾ ആ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ആ മക്കൾ ആവശ്യപ്പെട്ടിട്ട് അത് വായിൽ നിന്ന് വെക്കാതെ എടുത്ത് ആ മക്കൾക്ക് വീണ്ടും കൊടുത്ത് ഒന്നും കഴിക്കാതെ ആ ഒരു കാഴ്ച ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെയൊക്കെ ഉമ്മമാർ നമ്മളെയൊക്കെ വളർത്തി എത്ര കഷ്ടപ്പാടിലായിരിക്കും. ഇന്നത്തെ തലമുറയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും ഒന്നും അവർക്കൊന്നുമല്ല, എന്തൊക്കെയോ ആണ്. അവർ പറയുന്ന അനുസരിക്കണമെന്നുള്ള ഒരു ചിന്താഗതിയില്ല. വളർത്തിക്കൊണ്ടുവന്ന് ഇത്രമാത്രം ബുദ്ധിമുട്ട് സഹിച്ച് വിദ്യാഭ്യാസം നൽകി ഒരു വലിയ പ്രതീക്ഷയോടെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും ഒരുത്തനെ അല്ലെങ്കിൽ ഒരുത്തിയെ കയ്യിൽ കിട്ടുമ്പോഴേക്ക് കൂട്ടിപ്പിടിച്ചുകൊണ്ടുവന്ന് അവസാനം ഉമ്മയും വേണ്ട വാപ്പയും വേണ്ട ഇറങ്ങാണ് പുറത്തേക്ക്. ജാതിയില്ല, മതമില്ല. ഈ അവസ്ഥകൾ ആലോചിച്ചു. ഇങ്ങനെയാണ് മാതാക്കൾ വളർത്തുന്നത്. മക്കളെ ഓർക്കണം. ആ സ്ത്രീയെ കണ്ട് അന്തം വിട്ടുപോയ ആയിഷ റളിയല്ലാഹു അൻഹ എന്നിട്ട് പ്രവാചകൻ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഭവം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി അല്ലാഹുവിന്റെ ദൂതനെ ആ സ്ത്രീ ചെയ്യുന്ന കണ്ടിട്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്നല്ലാഹ ഖദ ഔജബ ലഹാ മിനൽ ജന്ന ഔ അഅതഖഹാ ബിഹാ മിനൻ നാർ. അത് കാരണത്താൽ ആ സ്ത്രീക്ക് അല്ലാഹു സ്വർഗ്ഗം അനിവാര്യമാക്കി, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് മോചനം നൽകി. പെൺകുട്ടികളോട് കാണിക്കുന്ന സ്നേഹം, കാരുണ്യം, ഉത്തരവാദിത്വം, ബാധ്യത നിർവഹിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് കിട്ടുന്ന മരണാനന്തര സുഖത്തെ, സൗഖ്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അപ്പൊ ആർക്കാണ് പ്രിയമുള്ളവരെ പെൺകുട്ടികളെ ചേർത്ത് പിടിക്കാൻ കഴിയാതിരിക്കുക? അവരെ നമുക്ക് തള്ളിക്കളയാൻ കഴിയും. തള്ളിക്കളഞ്ഞാൽ ഇതിന് നേരെ വിപരീതമാണ് നമുക്ക് അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ അവൾ സഹോദരിയായിരുന്നാലും ഭാര്യയായിരുന്നാലും മാതാവായിരുന്നാലും ഒക്കെ
അവൾക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും, മക്കൾക്കുള്ള ബാധ്യതയും, ഭർത്താവിനുള്ള ബാധ്യത, അങ്ങനെ സഹോദരനുള്ള ബാധ്യത, അങ്ങനെ എണ്ണി ആരെങ്കിലും ഒരുപാട് വിശാലമാണ്. ഞാൻ അതിലേക്ക് വിശാലമായി പോകുന്നില്ല. അപ്പം അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം. അതുപോലെ തന്നെ മൊത്തത്തിൽ സ്ത്രീകളോട് പ്രവാചകൻ നമ്മളുടെ സമീപനം എന്തായിരിക്കണമെന്ന് ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ പറഞ്ഞ ഒറ്റ വാചകം മതി. അത് നമ്മുടെ ഭാര്യമാരായിരുന്നാലും മറ്റ് സ്ത്രീകളായിരുന്നാലും ആരായിരുന്നാലും ശരി, അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറണം എന്ന എന്റെ വസിയ്യത്ത് നിങ്ങൾ സ്വീകരിക്കണം. വസിയ്യത്താണത്. സ്ത്രീയെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞതാണത്. അപരങ്ങളായി തള്ളിക്കളയാനല്ല, പാർശ്വവൽക്കരിക്കപ്പെടാനല്ല, ഇകഴ്ത്താനല്ല, നിന്ദിക്കാനല്ല, പരിഹസിക്കാനല്ല, മാറ്റി നിർത്താനല്ല. അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, ആ സ്ത്രീ ഒരു ഭാര്യയായി വന്നാൽ എന്തും കൂടി ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു. ഫഇന്നമാഹിയ അവാനിൻ ഇലൈക്കും, ഫഇന്നമാഹിയ അവാനിൻ ഇലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഏൽപ്പിച്ച അമാനത്താണ് ആ സ്ത്രീ. ഒരു ഭാര്യയായി കൈ കിട്ടുമ്പോൾ ഒരു അമാനത്തായിട്ട് അതിനെ കാണണം. എവിടുന്നോ വലിഞ്ഞു കയറി വന്നവൾ എന്നുള്ള ചിന്തയല്ല ഉണ്ടാകേണ്ടതെന്ന് അർത്ഥം. നിങ്ങളെ ഏൽപ്പിച്ച അമാനത്താണ്, ഉത്തരവാദിത്വത്തോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അമാനത്ത്. ഇതിനപ്പുറം ഇനി എന്ത് പറയണം പ്രിയമുള്ളവരെ? നമ്മളുടെ ഭാര്യമാരെ സംബന്ധിച്ച്, നമ്മളുടെ സഹോദരിമാരെ സംബന്ധിച്ച്, നമ്മുടെ പെൺമക്കളെ സംബന്ധിച്ച്, നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച്, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളിൽ സ്ത്രീകളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. തന്നെയുമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താണ് ആ വാചകം എന്നറിയോ? അല്ലാഹുമ്മ ഇന്നി ഉഹദ്ദിജു ഹഖ്ഖൽ ദഈഫൈൻ അൽ യതീം വൽ മർഅ. അല്ലാഹുവേ, രണ്ട് വിഭാഗം ആളുകളെ, ദുർബലരായ രണ്ട് വിഭാഗത്തിന്റെ അവകാശത്തെ ഹനിച്ചു കളയുന്നവനെ ഞാൻ പാപിയാക്കി കാണുന്നു, പാപിയായി പറയുന്നു, പാപിയാക്കി കാണുന്നു, പാപിയായി പ്രഖ്യാപിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ഉഹദ്ദിജു, ഞാൻ പാപിയായി കാണുന്നു. ആരെ? അല്ല, ഹഖ്ഖൽ ദഈഫൈൻ, ദുർബലരായ രണ്ട് വിഭാഗത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുന്നവർ. ആരൊക്കെയാണത്? അൽ യതീം വൽ മർഅ, അനാഥയും സ്ത്രീ. ഏത് സ്ത്രീയുടെയും അവകാശത്തെ ഹനിക്കുന്നവരെ ഞാൻ പാപിയായിട്ടാണ് കാണുന്നത് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അല്ലാഹുവേ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ആ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിന്റെ അങ്ങേയറ്റം, അവരവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ അനാഥയെ സംബന്ധിച്ച്, അതിന്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എത്രയോ സ്ഥലങ്ങളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മിസ്കീൻ, അഗതികളായ ആളുകൾ. വലിയ ഗൗരവത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവരെയും ചേർത്ത് പിടിക്കേണ്ടത്. ചിലപ്പോൾ അവരെ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിനോ നമ്മുടെ ഇതിനനുസരിച്ചോ ഒന്നും അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നിരുന്നാലും നമ്മളുടെ ബാധ്യത നിറവേറ്റിയേ പറ്റൂ. അതും കൂടിയാണ് സ്വർഗപ്രവേശനത്തിന്റെ മാർഗങ്ങളിൽ പെടുന്നതെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അവിടെയാണ് അതിന്റെ ബേസ്, അതിന്റെ മനസ്സിലെ ചിന്ത എന്തായിരിക്കണം എന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഇത് നോക്കുക, എല്ലാവർക്കും പരിചിതമാണല്ലോ സൂറത്തുൽ മാഊൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീമ ലാ യഹുദ്ദു അലാ തആമിൽ മിസ്കിൻ. അർത്ഥം പറയണോ? ഞാൻ അത്ര പരിചിതം. ആരാണ് മതനിഷേധി? അല്ലാഹ് ഇല്ല എന്ന് പറയുന്നവൻ മതനിഷേധിയാണ്. റസൂലിനെ ചോദ്യം ചെയ്യുന്നവൻ മതനിഷേധിയാണ്. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളെ ചോദ്യം ചെയ്യുകയും അവഹേളിക്കുകയും ചെയ്യുന്നവൻ മതനിഷേധിയാണ്. നമസ്കാരത്തെ പുച്ഛഭാവത്തോടു കൂടി കാണുകയും നമസ്കരിക്കാതിരിക്കുകയും എന്ത് നമസ്കാരം എന്നുള്ള മനോഭാവത്തോടെ പോവുകയും ചെയ്യുന്നവർ മതനിഷേധിയാണ്. അങ്ങനെ മതനിഷേധത്തിന്റെ പട്ടിക ഒരുപാടുണ്ട്. ആ പട്ടികയിൽ ഒന്നുകൂടി കൃത്യമായി പഠിപ്പിക്കുന്നു. ആരാണ്? അനാഥയെ ആട്ടിക്കളയുന്നവനും പാവപ്പെട്ടവനും മിസ്കീന് ഭക്ഷണം നൽകാൻ പ്രോത്സാഹനം ചെയ്യാത്തവനും.
ഇങ്ങനെ എത്രയോ വചനങ്ങൾ ഖുർആനിൽ കാണാം. അറിയാവുന്നതാണ്, അതുകൊണ്ട് കൂടുതൽ പരത്തി പറയുന്നില്ല. ഇനി ഇതിനൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മിസ്കീന്റെ ഒപ്പം ചേർത്ത് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. അതാരാധനയാൽ അർമില. അസ്സായി അലൽ അർമിലത്തി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് വകൽ ഖായിമിൽ ലദീ ലാ യഫ്തുർ വകൽ ഖായിമിൽ ലദീ ലാ യുഫ്തിർ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹദീസ് വിശാരദന്മാർ പറയുന്നത് വായിച്ചാൽ എന്താ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം? അസ്സായി അലൽ അർമില. ആദ്യം പറഞ്ഞ അർമിലത്തെന്നല്ല വിധവ, ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾ. വൽ മിസ്കീൻ, സാധുക്കൾ, അഗതികൾ, അവർക്ക് വേണ്ടി പരിശ്രമിക്കുന്നവന്റെ പ്രതിഫലം കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന മുജാഹിദിനെ പോലെയാണ്. ഫീ സബീലിൽ യുദ്ധം ചെയ്യുകയോ ആ മാർഗ്ഗത്തിൽ എല്ലാം ത്യജിക്കുകയോ ചെയ്യുന്നവനെ പോലെയാണ് എന്നർത്ഥം. തീർന്നില്ല. വക്കൽ ഖായിമിൽ ലദീ ലാ യഫ്തുർ, ഒരിക്കലും തളരാതെ നിന്ന് നമസ്കരിക്കുന്നവന്റെ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം. രാത്രി മുഴുവൻ ഉറങ്ങാതെ നിന്ന് നമസ്കരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. തുല്യമായ പ്രതിഫലം. ഔ അല്ലെങ്കിലോ വക്കൽ ഖായിമിൽ ലദീ ലാ യുഫ്തിർ, ഒരിക്കലും മുറിയാത്ത നോമ്പനുഷ്ഠിക്കുന്നവനെ പോലെ എന്നും നോമ്പനുഷ്ഠിക്കുക. ഒന്ന് ആലോചിച്ചു നോക്കും, എത്ര പ്രതിഫലമാണെന്ന്. അങ്ങനെ ഒരു നോമ്പില്ല, അങ്ങനെ ഒരു നമസ്കാരമില്ല. പക്ഷെ ഇതിന്റെ ഈ പ്രതിഫലത്തിന്റെ ആധിക്യം ബോധ്യപ്പെടുത്തുന്നത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ. ചില ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ചില ആൾക്കാർ പറയുന്നത് വായിച്ചാല് അവന് പോയി യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല, ആ മാർഗത്തിൽ പണം മുടക്കാൻ അവന് കഴിയുന്നില്ല, യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, അവിടെ പോയി ഷഹീദാകാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുത്തൻ ഈ മാർഗത്തിൽ അവൻ പോയാൽ, ഈ അർമിലത്തിന്റെയും മിസ്കീന്റെയും മാർഗത്തിൽ അവൻ പരിശ്രമിച്ചാൽ, അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, ആ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ഇവർ കിട്ടും എന്നാണ് വിശദീകരിച്ചുകൊണ്ട് പലരും പറയുന്നത്. പ്രിയമുള്ളവരെ, ചെറിയ കാര്യമല്ലിത്. ഇവിടെ മിസ്കീന്റെ ഒപ്പം അർമിലത്തിനെയും കൂടി ചേർത്തി പറഞ്ഞു. അർമിലത്ത് ഞാൻ സൂചിപ്പിച്ചു, ഭർത്താവ് മരിച്ച സ്ത്രീ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകും പലരും, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പെട്ടവരുണ്ടാകും. അവരുടെ സമീപനം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്തിനാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് ഒരാൾക്കും ഒരു മകനും ഒരു മകളുമാണെങ്കിൽ വാപ്പ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മകളുടെ ഇരട്ടി അല്ലെങ്കിൽ മകന്റെ പകുതിയാണ് സ്ത്രീക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതെന്തിനാണെന്ന് മനസ്സിലായ? ഈ വാപ്പ മരിച്ചു, ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചു, ആ കുട്ടിയുടെ ഭർത്താവും മരിച്ചു. എന്നാ അവൾ പൊയ്ക്കോട്ടെ, ഒരു ശല്യമായി കാണുകയല്ല, അവളെ പരിഗണിക്കുകയും അവൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുകയും ചെയ്തു കൊടുക്കേണ്ടത് ഈ സഹോദരന്റെ ബാധ്യതയാണ്. അതിനുവേണ്ടിയാണ് കൊടുക്കാൻ പറഞ്ഞത്. അതാരും ചിന്തിക്കണില്ല. പുരുഷന് കൂടുതൽ കൊടുത്തതിനെ കുറിച്ച് മാത്രമേ പുറത്ത് കയറി അപഹസിക്കാൻ കഴിയുന്നുള്ളൂ. ഇതാണ് എന്റെ അവസ്ഥ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളങ്ങനെ വിവാഹം ചെയ്തയച്ചു, ഭർത്താവ് മരിച്ചു പോകുന്നത് ആ സ്ത്രീയുടെ കുറ്റമല്ലല്ലോ. അങ്ങനെ മരിച്ചു പോയാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അവളുടെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും സന്താനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ബേജാറിലായിരിക്കും ആ സ്ത്രീ ജീവിക്കുക. ഇപ്പോഴത്തെ സഹോദരനുണ്ട്, കുടുംബക്കാരുണ്ട്, അവർ തിരിഞ്ഞു നോക്കാതിരിക്കുകയോ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ വന്നാൽ എന്ത് മതമാണ് നമ്മളുടെ മതം? അവിടെയാണ് റസൂൽ ചേർത്ത് പിടിച്ചതിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് രണ്ട് വചനങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യസ്തൻകിബു, റസൂലിന് മടിയില്ലായിരുന്നു, ലജ്ജയില്ലായിരുന്നു. എന്തിന്? അയ്യംശിയ മഅൽ ദഈഫി വൽ അർമില, ദുർബലനും പാവപ്പെട്ടവനും അഗതിയുമായിട്ടുള്ളവരെയും അതുപോലെ തന്നെ വിധവകളായിട്ടുള്ളവരോട് ഒപ്പം നടക്കലും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിനും റസൂല് ഒരു ലജ്ജയും കാണിച്ചിരുന്നില്ല എന്നാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ, ചേർത്ത് പിടിച്ച റസൂൽ, കാരുണ്യത്തിന്റെ പ്രവാചകൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ, ഖാതമുൻ നബിയ്യീൻ. എത്ര വിശേഷിപ്പിച്ച ആ വിശേഷണം, കൊണ്ട് പൂർത്തിയാവും റസൂലിന്റെ വിശേഷണം. റസൂലിന്റെ വിശേഷണം. റസൂൽ ഖാതമുൻ നബിയ്യീൻ, ഖാതമുൻ നബിയ്യീൻ. 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 ഖാതമുൻ നബി
ഒരു മടിയും ഒരു ലജ്ജയും അവനുണ്ടായിരുന്നില്ല. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ തന്നെ ഇറങ്ങിത്തിരിക്കും. ഇനി അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അധികരിപ്പിക്കുകയും നമസ്കാരം അവർ ദീർഘമായി നമസ്കരിച്ച് അല്ലാഹുവുമായിട്ടുള്ള മുനാജാത്ത് ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ജീവിച്ചിരുന്ന പ്രവാചകൻ ഒരിക്കലും വിധവകളോടൊപ്പം ഈ സാധുക്കളോടൊപ്പം സഞ്ചരിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതിനും ഒരു മടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നില്ല. നമ്മുടെ സ്വന്തം പെങ്ങൾ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വിധവകളായി കഴിഞ്ഞാൽ ആ വൈധവ്യം ഉണ്ടാകുമ്പോഴേ വിധവയായി തീരുന്നതിന് ക്ലേശവും ബുദ്ധിമുട്ടും അനുഭവിക്കുകയുള്ളൂ. ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. ഒരുപാട് ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ അവരെ ചേർത്ത് പിടിക്കണം, അവരെ അങ്ങനെ തള്ളിക്കളയരുത് എന്നുള്ള നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞെന്ന് നമ്മൾ ഓർക്കുക. ഇങ്ങനെ സ്ത്രീകളായിരുന്നാലും കുട്ടികളായിരുന്നാലും സമൂഹത്തിലെ ദുർബലത പ്രയാസം അനുഭവിക്കുന്ന വിധവകളെ പോലുള്ളവരായിരുന്നാലും ഇവരെ ഒക്കെ ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ കൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിലാണ് നമ്മുടെ സ്വർഗപ്രവേശനത്തിന്റെ മാർഗങ്ങൾ എന്ന് കൃത്യമായി ഇന്നലെ ബ്രാറ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇൻസാനിലെ ആദ്യത്തെ വചനങ്ങൾ ഞാൻ അതിനുശേഷം ഓതി വെച്ചപ്പോൾ നമുക്ക് ആരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പൂർണ്ണ മുസ്ലിമായി ജീവിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള ഈ സന്ദേശം മനസ്സാവാൻ കർമ്മണ ഉൾക്കൊള്ളുവാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ഞാൻ ഉണർത്തുന്നു. അതുപോലെ സമൂഹത്തിലെ ഏറ്റവും അപ്രസക്തരായി ഗണിക്കപ്പെടുന്നവർ അവർക്കാണ് ദുഅഫാ എന്നുള്ള പ്രയോഗം പൂർണ്ണമായും ഹദീസുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പലപ്പോഴും നമ്മളുടെ ഒന്നും ചേരിലും കോലത്തിലും നമ്മുടെ ബാഹ്യമായ കാട്ടിക്കൂട്ടലുകൾക്ക് ഒന്നും പറ്റാത്ത നിലയിൽ അവരുടെ വസ്ത്രദാനവും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ വളരെ മോശമായി. സമൂഹത്തിൽ വലിയ പരിഗണനയൊന്നും അവർക്ക് കിട്ടിയെന്ന് വരില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഅഫാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൂട്ടിപ്പിടിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ പ്രവാചകന്റെ സദസ്സിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. ഒരാളിങ്ങനെ നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അപ്പോൾ ആളിനെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പൊ അടുത്തിരുന്ന ആള് പറഞ്ഞു, അയാള് ഗംഭീരമാണ്, ശരീരമാണ്, വളരെ മാന്യനാണ്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്കാരത് കേൾക്കും. ആരെങ്കിലും അദ്ദേഹം വിവാഹം ആലോചിച്ചാൽ വിവാഹം നടത്തി കൊടുക്കും. അത്ര എല്ലാവർക്കും ബന്ധപ്പെട്ട വേണ്ടപ്പെട്ടവർക്ക് റസൂല് മറുപടി ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ പറഞ്ഞു. കഴിഞ്ഞപ്പോ വേറൊരാളുണ്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ മനുഷ്യനോട് ചോദിച്ചു, ആ പോണ ആളിനെ കുറിച്ച് എന്താ അഭിപ്രായം? അദ്ദേഹം ആരും പരിഗണിക്കില്ല. അദ്ദേഹം പറഞ്ഞാൽ ആരും ചെവി കൊടുക്കില്ല. അദ്ദേഹം വിവാഹം ആലോചിച്ചാൽ ആരും വിവാഹം കഴിച്ചു കൊടുക്കുകയില്ല. ആരും കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു, ആദ്യം പോയ ആ മനുഷ്യനേക്കാൾ ഇപ്പൊ പോയ മനുഷ്യനിലെ അവരെ പോലെ ഉള്ളവരെ കൊണ്ടാണ് ലോകം നിറയേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആരെ ഇകഴ്ത്താനല്ല പ്രവാചകൻ ആ വാക്ക് പ്രയോഗിച്ചത്. അപ്പൊ രണ്ടാമത് പോയ ആള് ബാഹ്യമായി നമ്മുടെ നോട്ടത്തിൽ ഒന്നിനും പറ്റാത്തവനാണെന്നൊരു തോന്നൽ. അതാണ് അതിന്റെ കാരണം. അങ്ങനെയുള്ളവരെയാണ് സാധാരണ ദുഅഫാ എന്നുള്ള പ്രയോഗം ഹദീസുകളിലൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പൊ ആ ദുഅഫാനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഹൽ തുൻസറൂന ഔ തുർസഖൂന ബിദുഅഫാഇക്കും. ഇതുപോലുള്ള ഈ ദുർബലന്മാരായ ആൾക്കാരെ നിമിത്തമായിരിക്കുമല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സഹായം വർഷിക്കുന്നതും
നിങ്ങൾക്ക് റിസ്ക് നൽകുന്നതും ഉപജീവനം നൽകുന്നതും ഇവര് നിമിത്തമാണ്, അല്ലാതെ വേറെ എങ്കിലും ആണോ എന്ന് റസൂൽ ചോദിച്ചു. അതിലെല്ലാം അങ്ങനെ തള്ളിക്കളയേണ്ടവരല്ല അവര് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു, അവരുടെ ജീവിതം നമുക്കും സഹായകരമായി തീരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സ്വർഗ കവാടത്തിൽ ഏറ്റവും ആദ്യം പ്രവേശിക്കുന്നതും ഞാൻ ആദ്യം കാണുന്നതും ഈ മുഅഫായികളെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തതാണെന്ന് വെച്ചാൽ മറ്റുള്ളവർ പോകില്ല എന്നതിന്റെ അർത്ഥം. അവർക്കുള്ള പരിഗണനയാണ് നൽകുന്നത്. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിച്ചു തന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മള് മനുഷ്യരെ എല്ലാ ചിന്തകൾക്കും അതീതമായി മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ, അവർ സമൂഹത്തിലെ ഏത് തരത്തിലും പെട്ടവരായിരുന്നാലും ശരി, അതുകൊണ്ടേ നമ്മുടെ മതവും നമ്മുടെ മറ്റു കാര്യങ്ങളും പൂർത്തിയാവുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമെങ്കിൽ അത് തന്നെയാണ് ഈ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ പരീക്കുട്ടി ഹാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അറിയുന്ന പലരും ഉണ്ടാകാം ഈ സദസ്സിൽ. അദ്ദേഹം ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ ചെയർമാനായി ഏറെക്കാലം സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. നമ്മുടെ യതീംഖാന ഇവിടെ സജീവമായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും ഇവിടെ വരികയും നമ്മുടെ അനാഥശാലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും ഒരുപാട് നമുക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. 102ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ സേവനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെ നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ വീടുകളിലും പരിസരങ്ങളിലും നമ്മുടെയൊക്കെ കുടുംബ ബന്ധമുള്ളവരിലും പലരും ശയ്യാവലംബികളായി ജീവിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സിഹത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. അവരുടെ വേദനകൾ അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള നന്മകളും കനിഞ്ഞു നൽകി നാം ഏവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.